ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു SCERT സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് 6ലെ ബേസിക് സയൻസിലെ ഒരു പാഠമാണ്. പാഠത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ലോകം. ഏഴാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ 6ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം മാറ്റങ്ങളുടെ ലോകം. അപ്പം ടെക്സ്റ്റ് ആദ്യത്തെ പിക്ചറാണ് നിങ്ങളെ കാണുന്നത് അല്ലേ. അതിൽ നമുക്ക് പ്യൂപ്പയെ കാണാമല്ലോ. പ്യൂപ്പ അവസാനം ഒരു ബട്ടർഫ്ലൈ ആയി പാറി പറന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ, നമുക്കറിയാം. അപ്പം ഈ മാറ്റങ്ങൾ പല തരത്തിലുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് എന്നാണ് ഈ 6ാം ക്ലാസ്സിലെ പാഠത്തിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേടാ, നമുക്ക് പോകാം. നോക്കടാ, മറ്റൊരു മനോഹരമായ പടം അല്ലേ. ഇതുപോലൊരു മുട്ടയാണോ ഞാനായി മാറിയത്? ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞ് ചോദിക്കുകയാണ്, ഒരു ചിക്ക് ചോദിക്കുകയാണിത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു മാറ്റങ്ങളുടെ ലോകം. ഓക്കെ, നോക്കടാ, നമുക്കിവിടെ ശർക്കരക്കട്ട കാണാം അല്ലേ. അതുപോലെ ശേഷം അത് പൊടിച്ച് വെച്ചിരിക്കണ കാണാൻ പറ്റും. നോക്കടാ, ഒരു സീഡ്, ഒരു വിത്ത് കാണാം. ആ വിത്ത് മുളച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കടാ, മഴക്കാറ് മേഘങ്ങളാണ്, പിന്നീട് അത് മഴയായി പെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമുക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. കാണുന്നില്ലേ? എല്ലാവരും കാണുന്നില്ലേടാ? അതെ, ഇവിടെ നമ്മളോട് കുട്ടികളോട് തന്നെ ചോദിച്ചിരിക്കുകയാണ്, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ജോഡിയും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ശർക്കര ഇവിടെ പൊടിയുന്നു അല്ലേ. പയർവിത്ത് എന്ത് ചെയ്യുന്നു? മുളയ്ക്കുന്നു. മേഘം എന്തായിട്ട് മാറുന്നു? മഴയായി മാറുന്നു. അപ്പം എന്താണ് പയർവിത്ത്? ഇവിടെ എന്ത് സംഭവിക്കുന്നു? പയർവിത്ത് മുളയ്ക്കുന്നു അല്ലേ. മുളച്ച പിക്ചറല്ലേ നമ്മൾ കണ്ടത്. നോക്കടാ, മേഘം എന്തായി മാറി? മേഘം ഇപ്പോൾ മഴയായിട്ട് താഴേക്ക് വീണിരിക്കുന്നു. അപ്പം ഇതെല്ലാം മാറ്റങ്ങളാണല്ലേ. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. നോക്കടാ, ഇവിടെ തണ്ണിമത്തനെ കണ്ടല്ലോ. വാട്ടർമെലോൺ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. നോക്കടാ, ഒരു കുപ്പിയാണ്, ചില്ലുകുപ്പിയാണ്. അത് ഉടഞ്ഞിരിക്കുന്നു. രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ചില്ലുകളായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു തടി കഷ്ണമാണ്. അതിപ്പോൾ നമുക്കിവിടെ ഒരു ചെയറായിട്ട്, ഒരു കസേരയായിട്ട്, ഒരു തടി കസേരയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കടാ, PVC പൈപ്പ് അല്ലേ, ചൂടാക്കിയപ്പോൾ അതിനും രൂപം മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അവസ്ഥാ മാറ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കടാ, നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. ഖരം, ദ്രാവകം, വാതകം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഫോമിലും ഒരു വസ്തു മാറുമെങ്കിൽ, അങ്ങനെ മാറുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വരുന്നത് വെള്ളത്തെയാണല്ലേ. ഇവിടെ തന്നിട്ടുമുണ്ട്. വെള്ളം ദ്രാവക അവസ്ഥയിലാണ്, അതായത് ലിക്വിഡ് ഫോമിൽ ജലം എന്ന് പറയുന്നു. ഖര അവസ്ഥയിൽ അഥവാ സോളിഡ് ഫോമിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ഐസ് ആയിട്ട് പറയുന്നു അല്ലേ. ഐസ് അല്ലേ. ശരി. അതേ വസ്തു വാതക അവസ്ഥയിൽ, അതായത് ഏതാണ് വസ്തു? ആ ജലം വാതകമായി മാറുന്നു. അപ്പം നമ്മൾ എന്ത് പറയും? നീരാവി എന്ന് പറയും അല്ലേ. നീരാവി എന്താണ്? വാട്ടർ വേപ്പർ എന്ന് നമ്മൾ പറയും. വാട്ടർ വേപ്പർ. ഓക്കെ അല്ലേ. അപ്പം നമ്മളിവിടെ എന്ത് കണ്ടു? ഐസ് കണ്ടു, ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് ഫോമിൽ. അത് നമ്മൾ എന്താ പറയുക? ജലത്തെ തണുപ്പിക്കുമ്പോൾ അല്ലേ, ജലം ഒരു പ്രത്യേക ലെവലിൽ നമ്മൾ തണുപ്പിക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ഐസ് ആയിട്ട് മാറുന്നു അല്ലേ. ഇനി ജലം അഥവാ വാട്ടർ അല്ലേ, അതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദ്രാവക അവസ്ഥയാണ്, അതായത് ലിക്വിഡ് ഫോമാണ്. പിന്നീട് നമ്മൾ കണ്ടു നീരാവി അഥവാ വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്നു അല്ലെ. വാട്ടർ വേപ്പർ വാതക അവസ്ഥ അല്ലെ, ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേടാ. അപ്പം ഇത് ഒരു വസ്തുവിൻ്റെ 3 അവസ്ഥകളിലേക്കുള്ള മാറ്റത്തെയാണ് അല്ലെ. ഒരേ വെള്ളത്തെ തന്നെ നമുക്ക് എന്താക്കി മാറ്റാം? ഖര അവസ്ഥയിലുള്ള ഒരു ഐസ് കഷ്ണമായിട്ട് മാറ്റാം. അതിനെ വീണ്ടും നമുക്ക് ജലമാക്കാം. ഈ ജലത്തെ ഒരു പർട്ടിക്കുലർ ഇതിൽ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കടാ,
മറ്റൊരു സംഭവം, ഇവിടെ ഒരു മെഴുക് കട്ടയാണ് അല്ലേ. പണ്ട് നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം മെഴുകുതിരി ഉരുകുന്നതും അതൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത കുട്ടികളില്ല എന്ന് തന്നെ പറയാം. നോക്കടാ, ഈ മെഴുക് കട്ട ചൂടാക്കുന്നു അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? താപോർജം സ്വീകരിക്കുന്നു. ചൂടാക്കുമ്പോൾ എന്താ? താപോർജം സ്വീകരിക്കുമ്പോഴാണ് ചൂടാവുന്നത്. ചൂടായി ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ഈ മെഴുക് കട്ട ഇപ്പോൾ ഇതിൽ എന്താണ്? സോളിഡ് ഫോമിൽ നിന്നും ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇനിയും ചൂടാക്കുന്നത് കുറയുന്നില്ല, വീണ്ടും ചൂടാക്കുന്നുമാണ്. മെഴുകുതിരി ദ്രാവകാവസ്ഥയിൽ പൂർണ്ണമായി മാറിയതിനു ശേഷം വീണ്ടും ചൂടാക്കുന്നു എങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നു അല്ലേ. എങ്ങനെയാണോ വെള്ളം വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത് ആ ഒരു ഫോമിലേക്ക് ഇവിടെ മെഴുകുതിരിയും മാറുന്നു അല്ലെ. മെഴുക് കട്ട ഉരുകിയ ദ്രാവകാവസ്ഥയിൽ, അതിനുശേഷം പിന്നെ ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ ഇവിടെ രണ്ടിടത്തും എന്തായിരുന്നു? ചൂടാക്കി, മെഴുക് കട്ടയെ ചൂടാക്കിയപ്പോൾ ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതായി കണ്ടു. വീണ്ടും നമ്മൾ ചൂടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു. ഇവിടെ രണ്ടിടത്തും നമ്മൾ ചൂടാക്കി. ഇനി ഇവിടെ നോക്കടാ, ഇതേ മെഴുക് ഇപ്പൊ എന്താണ്? ബാഷ്പാവസ്ഥയിലാണ്, തണുക്കുന്നു, താപോർജം പുറത്തുവിടുന്നു. അപ്പൊ ഇവിടെ സ്വീകരിച്ച താപോർജം അല്ലെ, ചൂടാക്കുമ്പോൾ താപോർജം സ്വീകരിക്കുന്നു, തണുക്കുമ്പോൾ താപോർജത്തെ പുറത്തേക്ക് കളയുന്നു അല്ലെ. കളയുമ്പോൾ അതെന്താവുന്നു? ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. നമുക്കിവിടെ എന്ത് കാണാൻ സാധിച്ചു? ഇവിടെ ബാഷ്പാവസ്ഥയിൽ ഇതിനെ തണുക്കുമ്പോൾ ഇവിടുത്തെ താപോർജത്തെ പുറത്തേക്ക് വിടുന്നു, അത് നേരെ ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നു അല്ലെ. വീണ്ടും നമ്മൾ തണുപ്പിക്കുന്നു, ഇവിടെയും തണുക്കുക തന്നെയാണ് കേട്ടോ. അപ്പൊ തണുക്കുന്നു, വീണ്ടും താപത്തെ പുറത്തു വിടുന്നു. കുറച്ചുണ്ടായിരുന്ന താപത്തെയും കൂടെ പുറത്തു വിടുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? വീണ്ടും മെഴുക് കട്ടയായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം അവിടെ വരുന്ന അവസ്ഥയുടെ മാറ്റങ്ങളാണ്. ഒരേ വസ്തുവിന്റെ 3 അവസ്ഥാ മാറ്റത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലെ. വെള്ളത്തിലൂടെയും മെഴുക് തിരിയിലൂടെയും നമ്മളത് കണ്ടു. അടുത്തത് ഭൗതിക മാറ്റം, ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും അല്ലെ. ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം എന്താണെന്ന് നോക്കിയാലോ. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. അപ്പൊ എന്താണ് ഭൗതിക സ്വഭാവം എന്ന് നോക്കാം. വലുപ്പം, ആകൃതി, അവസ്ഥ. അപ്പൊ പദാർത്ഥങ്ങളുടെ എന്തൊക്കെയാണെടാ? വലുപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ, ഫിസിക്കൽ നേച്ചറുകളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. ഒന്നുകൂടി, പദാർത്ഥങ്ങളുടെ എന്താണ്? വലുപ്പം, അതിന്റെ വലുപ്പം, പിന്നെ അതിന്റെ രൂപം, ആകൃതിക്ക് വരുന്ന മാറ്റം, പിന്നെ അതിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, ഇവ 3ഉം. അപ്പൊ ഈ വരുന്ന മാറ്റങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഭൗതിക മാറ്റം എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ഭൗതിക മാറ്റം എന്ന് പറയുന്നു. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. അപ്പൊ ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് ഏതാണ്? ഒരു വസ്തു വികസിക്കുന്നത് ഭൗതിക മാറ്റമാണ്, ആ വസ്തു ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്, പൊട്ടുന്നത് ഭൗതിക മാറ്റമാണ്, കീറുന്നതും ഭൗതിക മാറ്റമാണ് അല്ലേ. അപ്പം ഇത് നമുക്ക് എക്സാമുകളിൽ ചോദിക്കാം സെന്റൻസുകൾ. വികസിക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണോ? ഉരുകുന്നത് ഭൗതിക മാറ്റമാണോ? പൊട്ടുന്നത് ഭൗതിക മാറ്റമാണോ? കീറുന്നത് ഭൗതിക മാറ്റമാണോ? അതെ, ഭൗതിക മാറ്റമാണ്. ഓക്കെ, ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അടുത്ത പോയിന്റ് ആണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഭൗതിക മാറ്റത്തില്? ഇല്ല. പിന്നെന്താണ്? ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. അപ്പൊ ചില ഭൗതിക മാറ്റങ്ങളിൽ ഊർജം നമ്മൾ നേരത്തെ കണ്ടു, താപോർജത്തെ പുറത്തു വിടുന്നതും കണ്ടു, സ്വീകരിക്കുന്നതും കണ്ടു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പൊ 4 കാര്യമാണ് നമ്മുടെ SCERT 6ാം ക്ലാസ്സിലൂടെ നമ്മൾ ഭൗതിക മാറ്റവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതെന്ന് ഓർക്കുക. ഒന്നും കൂടി പറയാം. ഭൗതിക മാറ്റം എന്താണ്? അതാണ് ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചിനെ ആദ്യ കാര്യം, ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ എന്തിന്? ഭൗതിക സ്വഭാവങ്ങൾ. ആ ഭൗതിക സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? വലുപ്പം, ഭൗതിക സ്വഭാവങ്ങളായ വലുപ്പം, അതേപോലെ തന്നെ ആകൃതി, അതിന്റെ രൂപം ഉണ്ടല്ലോടാ, അതേപോലെ തന്നെ അതിന്റെ അവസ്ഥ, സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ വലുപ്പം, ആകൃതി, അവസ്ഥ ഇവയ്ക്ക് മാറ്റം വരുന്ന തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന
മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ പഠിച്ചു. അപ്പോൾ ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് ആണ് ഇവിടെ. ഒരു പോയിന്റ് നമ്പർ 1 എന്താണ്? പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. ഇനി അടുത്ത പോയിന്റ് ഇവിടെ പറയുന്നു. എന്താണ്? വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും. വസ്തു വികസിക്കുന്നു അല്ലേ? അത് ഭൗതിക മാറ്റമാണ്. ബലൂൺ നമ്മൾ ഊതി പെരുപ്പിക്കുമ്പോൾ അതിന്റെ വലിപ്പം കൂടുന്നു, ഭൗതിക മാറ്റമാണ്. അപ്പൊ വികസിക്കുന്നത്, ഉരുകുന്നത്, മെഴുകുതിരി ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. പൊട്ടുന്നത്, ഇതേ ബലൂൺ അല്ലെങ്കിൽ ചില്ലുകുപ്പി നമ്മൾ കണ്ടു, അത് പൊട്ടുന്നത്. അതുപോലെ കീറുന്നത്, ഇപ്പൊ പേപ്പറൊക്കെ കീറുന്നു, അതെന്തൊക്കെയാണ്? അതെല്ലാം ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ മനസ്സിലാക്കുക, ഭൗതിക മാറ്റങ്ങൾക്ക് ഒരു വസ്തു വിധേയമാകുമ്പോൾ അവിടെ പുതുതായിട്ടൊന്നും ഫോം ചെയ്യുന്നില്ല എന്നത് ഓർത്തു വയ്ക്കുക. അതായത് ഫിസിക്കൽ ചേഞ്ചിൽ ഒരു സാധനവും, നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്, ഒരു പുതിയ വസ്തുവും ഫോം ചെയ്യുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. നമ്മൾ നേരത്തെ മെഴുകുതിരിയെ ഉരുക്കുന്നു, അപ്പൊ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരവസ്ഥയിലായപ്പോൾ, ഖര അവസ്ഥയിൽ നിന്നും അടുത്ത ദ്രാവക അവസ്ഥയിലേക്ക് മാറിയപ്പോൾ താപോർജം സ്വീകരിക്കുന്നതാണ് കണ്ടത്. തിരിച്ചിത് തണുത്ത് വീണ്ടും ഖര അവസ്ഥയിലേക്ക് വന്നപ്പോൾ അതേ താപോർജത്തെ പുറത്തുവിടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം ഭൗതിക മാറ്റങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഓർക്കുക, ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമാണ്, ടെമ്പററി ആണ് എന്നതുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഭൗതിക മാറ്റങ്ങളിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജലം തിളയ്ക്കുന്നു, ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. ജലം ഐസ് ആവുന്നു, ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. നെയ് കട്ടയാവുന്നു, ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. മെഴുകുതിരി ഉരുകുന്നു, ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. നെയ് ഉരുകുന്നു. അതുപോലെ മരത്തിൽ ഫർണിച്ചർ നിർമ്മിക്കുന്നു. അപ്പൊ നമ്മളിവിടെ കണ്ടത് എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ് അല്ലെ? അടുത്തത് പുനർനിർമ്മാണം അഥവാ റീസൈക്ലിംഗ്. അപ്പോൾ ഒരു വസ്തുവിനെ അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തി നമുക്കത് മറ്റൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ അതേ വസ്തു കൊണ്ട് വേറൊരു സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പുനർനിർമ്മാണം, പുതുതായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് റീസൈക്ലിംഗ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, പലതും നമുക്ക് പുതിയ വസ്തുക്കളായി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ നിർമ്മിക്കാവുന്നതാണ്. നമുക്കറിയാം അല്ലേ, ഹരിതകർമ്മസേന ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് 100 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് അവർക്ക് നമ്മുടെ വീട്ടിലെ കവറും കൂടി കൊടുക്കും. അപ്പം എന്തിനാണ് ഇവരിത് കളക്ട് ചെയ്യുന്നത്? ഇതിനെ റീസൈക്കിൾ ചെയ്യാനാണ് അല്ലേ? നോക്കടാ, ചപ്പ് ചവറുകൾ ഉണ്ട്, പ്ലാസ്റ്റിക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഇതിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇതിനെയാണ് ബക്കറ്റും മറ്റു ടംബ്ലറും ഒക്കെ ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഓട്ടുപാത്രങ്ങളെല്ലാം പഴയതാകുമ്പോൾ പൊത്തോ വീഴൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലേ? അപ്പം എന്ത് ചെയ്യും? എന്നിട്ട് നമുക്ക് കുറച്ച് പ്രൈസ് അവർ തരും, അതിൻ്റെ തൂക്കത്തിന് കുറച്ച് പ്രൈസ് അവർ തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബാക്കി വെച്ചിട്ട് പുതിയതായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. കണ്ടോ, ഓട്ടുപാത്രങ്ങളൊക്കെ കണ്ടോ? ഓക്കെ, ഇവിടെ കണ്ടോ പേപ്പറുകൾ നമ്മൾ ഉപയോഗിച്ചതും ചീത്തയായതും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. എന്തിനാ കൊടുക്കുന്നത്? അതിനെ വീണ്ടും എന്താക്കി മാറ്റുന്നു? ഇതേപോലത്തുള്ള പേപ്പർ ബാഗുകൾ അല്ലെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം പുനർനിർമ്മാണം അഥവാ റീസൈക്ലിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പുനരുപയോഗം, ദാറ്റ് ഇസ് റീയൂസ്. ഒരു വസ്തുവിനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു വസ്തു കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കേടാവുകയോ അല്ലെങ്കിൽ പഴയതാവുകയോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുത്തിട്ട് വേറെ വാങ്ങുന്നത്. അപ്പോൾ ഈ പഴയ വസ്തുക്കളെ നമുക്ക് എങ്ങനെ പുതിയതായി വേറെ എന്തെങ്കിലും ആക്കി ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാം. നോക്കാം, ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇത് പുനരുപയോഗമാണ്. നിങ്ങൾക്കും പാഴ്വസ്തുക്കളെ ഇത്തരത്തിൽ വിവിധ രീതിയിൽ ഉപയോഗപ്പെടുത്താം.
ഓക്കെ. അപ്പോൾ നമുക്ക് പല വസ്തുക്കളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു അല്ലേ, ടയറുകൾ ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ പോലെ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഒരു വസ്തുവിനെ തന്നെ അതിൻ്റെ ഒരു യൂസ് കഴിയുമ്പം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കടാ, ഇവിടെ കണ്ടോ ആ ടയറുകൾ അല്ലേ, നമുക്കറിയാം ടയറുകളെല്ലാം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, മനോഹരമായ പൂന്തോട്ടത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അതുപോലെ കണ്ടടാ, പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് ഇതുപോലെയെല്ലാം മനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് പ്രകൃതിയെ സംരക്ഷിക്കാം അല്ലേ. നമുക്കറിയാം നമ്മുടെ പ്രകൃതി നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമേ ഈ പ്രകൃതിക്ക് ഒരു നാശക്കാരായിട്ട്, അതായത് നാശം ഉണ്ടാക്കുന്നതായിട്ട് മാറുന്നുള്ളൂ. വേറെ ഒരാളും പ്രകൃതിക്ക് നാശമായി മാറുന്നില്ല. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തികളാണ് പ്രകൃതിക്ക് എപ്പോഴും ദോഷമായിട്ട് മാറുന്നതെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ തന്നെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കും. അപ്പൊ നമുക്കിവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റങ്ങൾ വരുത്തി പല കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? റീസൈക്കിൾ ചെയ്യാമെന്ന് പറഞ്ഞു, റീയൂസ് ചെയ്യാമെന്നും പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളാണ് അല്ലേ. നമ്മൾക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളും അതേപോലെ ചെയേഴ്സും അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ എല്ലാ വീട്ടിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മറ്റുള്ളവർക്ക്, ഈവൻ നമുക്കും മറ്റുള്ളവർക്കും ദോഷകരമായി അതിനെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് ധാരണയുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനർനിർമ്മാണത്തിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും റീസൈക്ലിംഗ്, റീയൂസ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചാൽ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ വളരെ പ്രധാനമായിട്ടുള്ള മാറ്റമാണ്. അതാണ് രാസമാറ്റം. ഭൗതിക മാറ്റം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് ആണ്. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. രാസഗുണം എന്താണ്? രാസഗുണം കെമിക്കൽ ആണല്ലേ. കെമിക്കൽ രീതിയിൽ കെമിക്കൽ ഫാക്ടേഴ്സ് ആണ് അവിടെ മാറുന്നത്. കെമിക്കൽ ചേഞ്ച് ആണ് രാസമാറ്റം അല്ലെ. പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഊർജം ചില വേളകളിൽ സ്വീകരിക്കുന്നു, ചില വേളകളിൽ പുറത്തുവിടുന്നു. രാസമാറ്റങ്ങൾ സ്ഥിര മാറ്റങ്ങളാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കടാ, രാസമാറ്റങ്ങൾ സ്ഥിര മാറ്റങ്ങളാണ്. അപ്പം എന്താണ് അത്? പെർമനന്റ് ആണ്, സ്ഥിരമാണ്, സ്ഥിര മാറ്റങ്ങളാണ്, സ്ഥിരമാറ്റമാണ് അല്ലേ. ഏത്? രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്. അപ്പൊ നമ്മൾ രാസമാറ്റങ്ങളിൽ എന്ത് പറഞ്ഞു? പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, അതുപോലെ തന്നെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. അതുപോലെ രാസമാറ്റങ്ങൾ പെർമനന്റ് ആണ് അല്ലെ, സ്ഥിര മാറ്റങ്ങളാണ്. 4 പോയിന്റുകൾ നമ്മൾ രാസമാറ്റങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇനി നോക്കടാ, രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഏതൊക്കെയാണ്? വിറക് കത്തുന്നു, ഗ്യാസ് കത്തുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ വേവുന്നു, പാൽ തൈരാകുന്നു, തീപ്പെട്ടി കത്തുന്നു, അരിമാവ് പുളിക്കുന്നു അല്ലേ. ഈ ഫാക്ടേഴ്സ്. ഇപ്പൊ വിറക് കത്തി ചാമ്പലാവുന്നു. ഈ ചാമ്പലിനെ എടുത്തിട്ട് എനിക്ക് ടെമ്പററി ആണ്, ഇനി വിറകാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗ്യാസ് കത്തുന്നു, ഗ്യാസ് കത്തിയുമ്പോൾ അത് തീർന്നു അല്ലേ. ഭക്ഷണ പദാർത്ഥങ്ങൾ വേവുന്നു. ഇപ്പം പയറെല്ലാം നമ്മൾ വേവിച്ച് കഴിഞ്ഞു, വീണ്ടും അത് പഴയ പയർ ഫോമിലാവോ? ഇല്ല. പാൽ തൈരാകുന്നു, പാല് തൈരാക്കുന്നു. പിന്നെ തൈരിനെ പാലാക്കാൻ പറ്റോ?
ഇല്ല. തീപ്പെട്ടി കത്തുന്നു, നമ്മൾ തീപ്പെട്ടി കത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ കത്തിക്കാൻ പറ്റുമോ? ഇല്ല. അരിമാവ് പുളിക്കുന്നു, അരിമാവ് നമ്മൾ പുളിപ്പിച്ചാണ് ദോശ ചുടുന്നത്. അപ്പോൾ ആ പുളിപ്പിച്ച അരിമാവിനെ നമുക്ക് വീണ്ടും പഴയ ഫോമിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതെല്ലാം രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാലോ? അപ്പം നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ? പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ? രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? പദാർത്ഥത്തിന്റെ ഭൗതിക, അതായത് ഫിസിക്കൽ ഫാക്ടറിലാണ് മാറ്റം വരുന്നത്. പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നു. ഇവിടെ ഭൗതികം മാത്രമാണെങ്കിലോ, ഇവിടെ നോക്കടാ, ഭൗതിക മാറ്റവും സംഭവിക്കുന്നു, രൂപവും മാറുന്നു, അതുപോലെ അതിന്റെ കെമിക്കൽ ഫാക്ടേഴ്സിലും ചേഞ്ചുകൾ ഉണ്ടാകുന്നു എന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാൻ തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കിയാലോ? ഭൗതിക മാറ്റം, പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. ഇവിടെ ഭൗതിക ഗുണങ്ങളിലും അതുപോലെ തന്നെ രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ ഓർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതിക മാറ്റങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അപ്പം രാസമാറ്റങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. മൂന്നാമത്തത്, എല്ലായ്പ്പോഴും താപം സ്വീകരിക്കുകയും പുറത്തുവിടുകയോ ചെയ്യണമെന്നില്ല. എല്ലാ വസ്തുക്കളുടെയും ഭൗതിക മാറ്റത്തിൽ താപം സ്വീകരിക്കാനോ പുറത്തുവിടുകയും ആ ഫാക്ടറുകൾ ചെയ്യുന്നില്ല. എന്നാൽ രാസമാറ്റം, അത് ഏത് വസ്തുവിന് രാസമാറ്റം സംഭവിച്ചാലും എന്ത് സംഭവിക്കുന്നു? താപം സ്വാകരിക്കുകയും പുറത്തുവിടുകയും, സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഭൗതിക മാറ്റം വരുമ്പോൾ നമ്മളെ ഓരോ വസ്തുക്കൾ അനുസരിച്ചിരിക്കും. ചില വസ്തുക്കൾ അതിൻ്റെ ഭൗതിക മാറ്റം വരുന്ന സമയത്ത് താപം സ്വീകരിക്കുക, പുറത്തുവിടുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ഭൗതിക മാറ്റങ്ങളിൽ. ഓക്കെ, പക്ഷേ രാസമാറ്റമാണെങ്കിൽ എന്ത് വസ്തുവിനായിക്കോട്ടെ അതിന് രാസമാറ്റം സംഭവിക്കുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു? അവിടെ താപം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഒന്നുകിൽ താപം സ്വീകരിക്കും, അല്ലെങ്കിൽ പുറത്തുവിടും. ഓക്കെ, അപ്പം താപം സ്വീകരിക്കുകയും ചെയ്യുന്നു, പുറത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഭൗതിക മാറ്റം, അത് ഫിസിക്കലിൽ എന്താണ് പറയുന്നത്? അതെ, ഫിസിക്കലിൽ പറയുന്നുണ്ട് മാറ്റം താൽക്കാലികമാണ്, ടെമ്പററി ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? മാറ്റം എന്താണെടാ? ടെമ്പററി ആണ്, മാറ്റം താൽക്കാലികമാണ്. എന്നാൽ രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് അല്ലെ? കെമിക്കൽ ചേഞ്ചിൽ എന്ത് പറയുന്നുണ്ട്? മാറ്റം സ്ഥിരമാണ്. എന്താണ്? പെർമനന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം കൃത്യമായിട്ട് ഈ ഭാഗം ഒന്ന് നോക്കി വെക്കുക. അടുത്തത്, ഇനി ഈ രാസമാറ്റങ്ങൾ അഥവാ കെമിക്കൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് എന്ന് നോക്കിയാലോ? പ്രകൃതിയിൽ നിത്യേന ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പലതും നാം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. നോക്കാം. എടാ, നമുക്കറിയാം പ്രകൃതിയിൽ രാസമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ മാങ്ങ പഴുക്കുന്നു അല്ലേ? മാങ്ങ പഴുത്ത് നമുക്കറിയാം, മാങ്ങ പച്ച കളറിലായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് വരെ മാറുന്നതാണ്. പച്ച മാങ്ങയ്ക്ക് പുളിപ്പായിരിക്കും, അതേ മാങ്ങ പഴുക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പം ഇവിടെ എന്ത് പറയുന്നു? മാങ്ങ പഴുത്തു എന്നറിയുന്നത് എങ്ങനെയാണ്? മാങ്ങ പഴുക്കുമ്പോൾ സംഭവിക്കുന്നത് രാസമാറ്റമാണ് അല്ലേ? പാലിനെ തൈരാക്കി മാറ്റുന്നു, നമ്മൾ പറഞ്ഞു എന്താണ്? രാസമാറ്റമാണ്. ഇനി നമ്മുടെ നിത്യജീവിതവുമായിട്ട് എടുത്താലോ? ആഹാരം ദഹിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? നമ്മൾ ചോറും കറിയും എല്ലാം നമ്മൾ നല്ലോണം ഉരുട്ടി നമ്മൾ വായിലേക്ക് വെക്കുന്നു, നമ്മൾ ചവച്ചരച്ചത് വിഴുങ്ങുന്നു അല്ലേ? കഴിക്കുമ്പോൾ അത് ഉള്ളിൽ പോയിട്ട് അതങ്ങനെ തന്നെ കിടക്കുവാണോ? അല്ല, അവിടെ മാറ്റങ്ങൾ, ആ ഭക്ഷണം ദഹിക്കുന്നു. ചെമ്പ് പാത്രങ്ങളിൽ
ക്ലാവ് പിടിക്കുന്നു. നമ്മുടെ വീട്ടിൽ ചെമ്പ് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ സ്പേസിൽ നമ്മൾ തുറന്നൊക്കെ വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറിലുണ്ടാകുന്ന മാറ്റം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ക്ലാവ് പിടിച്ചിരിക്കും, ഒരുമാതിരി പച്ചക്കളറുള്ള സാധനം. അതേപോലെ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലോടാ, നമ്മുടെ വീടിൻ്റെ ഗേറ്റ് ഒക്കെ നോക്കിയാൽ മതി, ജനലൊക്കെ നോക്കിയാൽ മതി. അപ്പം അതിൽ തുരുമ്പുണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളൊരു ആണി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആണി, ഒരു കോട്ടിങ്ങും ഇല്ലാത്തൊരു ആണി കുറച്ച് ദിവസം എടുത്തൊന്ന് പുറത്ത് വെച്ച് നോക്കിയേ, ഓക്സിജനും അല്ലെങ്കിൽ മറ്റ് എയറിലുള്ള സംഭവങ്ങളുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് അത് റസ്റ്റ് ചെയ്യുന്നതിൽ തുരുമ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം ആ തുരുമ്പ് ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട്, പിന്നീട് അത് പൂർണ്ണമായും തുരുമ്പ് ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. തൈര് പുളിക്കുന്നത് അല്ലേ, നമ്മൾ ഒഴിച്ച് വെക്കൂലേ തൈരാവാൻ വേണ്ടി, അതേപോലെ പൂത്തിരി കത്തുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പല കാര്യങ്ങളും കാണുമ്പം തന്നെ നമുക്ക് ഇതിന് എക്സാമ്പിൾ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആഹാരം വേവുന്നത് അല്ലേ, മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറും. നമുക്കറിയാം ആപ്പിൾ നമ്മൾ ഫ്രഷ്ലി കട്ട് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറിലായിരിക്കും. കുറച്ച് നേരം വിത്തിൻ മിനിറ്റ്സ് തന്നെ അതിലൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. മാലിന്യങ്ങൾ ജീർണിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ പറമ്പിലേക്ക് എറിയുന്നു അല്ലേ, അത് അവിടെ തന്നെ അങ്ങനെ തന്നെ കിടക്കുമോ? ഇല്ല, കുറച്ച് ദിവസം അവിടെ കാണത്ത് പോലും ഇല്ല. ചിലപ്പോൾ ചിലതിൻ്റെ അഴുകിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മാലിന്യങ്ങൾ ജീർണിക്കുന്നതെല്ലാം നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് എന്നത് ഓർക്കാം. നോക്കടാ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗേറ്റ് കണ്ടോ, നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. ആ പെയിന്റിന്റെ ഇതെല്ലാം പോയി കഴിയുമ്പോൾ തുരുമ്പിച്ച് റസ്റ്റ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ച് തുരുമ്പുണ്ടാകുന്നു. എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. അപ്പം എന്താണ് ചെയ്യുക? നമ്മളെ വീട്ടിൽ ഗേറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ അതിനെ പെയിന്റ് അടുപ്പിക്കും അല്ലേ. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിച്ച് അത് റസ്റ്റ് ചെയ്യും. നോക്കടാ, നിങ്ങൾക്കൊരു ക്രാക്കർ പൊട്ടുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു ക്രാക്കർ പൊട്ടാണ്, പൂത്തിരിയാണ്. അപ്പൊ പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, നമുക്കറിയാം അല്ലേ. പേപ്പറിന്റെ അകത്ത് അല്ലെങ്കിൽ ബോർഡിന്റെ അകത്ത് കെമിക്കലായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ അല്ലേ, അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ രൂപങ്ങളായി മാറിയത്. അവിടെ നോക്കടാ. അപ്പം നമ്മൾ പൂത്തിരി കത്തുന്നു, നമ്മൾ വളരെ രസകരമായിട്ട് അതിൻ്റെ കളറും അതിൻ്റെ ശബ്ദവും അല്ലേ, അതും എല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട് അല്ലേ. നമുക്കറിയാം പൂത്തിരി കത്തുമ്പോൾ നമ്മൾ കുറച്ചടുത്ത് പോയി ചെറിയൊരു ചൂട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മനോഹരമായ നിറങ്ങൾ അല്ലേ, ശബ്ദവും അല്ലേ, നമുക്കതറിയാം. അപ്പോൾ പൂത്തിരിയിൽ എന്തുണ്ട്? രാസപദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നു? അവിടെ അതിൽ രാസ ഊർജം അടങ്ങിയിരിക്കുന്നു. അത് പൂത്തിരി കത്തുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന ഊർജ രൂപങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ശബ്ദോർജമുണ്ടല്ലേ, ശബ്ദം വരുന്നു. പ്രകാശമുണ്ട്, താപവും ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒരു പിക്ചറാണ്, രാസോർജമാണല്ലേ. ഇവിടെ എന്താണ്? താപോർജം, ശബ്ദോർജം, പ്രകാശോർജം. അപ്പൊ ഇവിടെ എന്തൊക്കെ വരുന്നു? താപം, ശബ്ദം, പ്രകാശം. ഇനി നോക്കടാ, ഒരു ചാർട്ട് തന്നിട്ടുണ്ടല്ലേ. പേപ്പർ കത്തുന്നു, കർപ്പൂരം കത്തുന്നു, പടക്കം പൊട്ടുന്നു, പാചകവാതകം കത്തുന്നു. ഏതൊക്കെ ഊർജ്ജമാറ്റങ്ങൾക്ക് പറ്റും? പേപ്പർ കത്തുമ്പോൾ താപം വരും, പ്രകാശം വരും, ശബ്ദം അധികമായിട്ട് കേട്ടിട്ടില്ല. കർപ്പൂരം കത്തുമ്പോഴും താപം വരും, പ്രകാശം വരും. പടക്കം പൊട്ടുമ്പോഴോ താപമുണ്ട്, പ്രകാശമുണ്ട്, ശബ്ദവുമുണ്ട്. പാചകവാതകം കത്തുമ്പോഴോ താപമുണ്ട്, പ്രകാശമുണ്ട്, പൊട്ടിത്തെറിക്കാണ്ടിരുന്ന ശബ്ദമില്ല, ഇല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ ഊർജ മാറ്റത്തെക്കുറിച്ചാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി വീണ്ടും പോകുമ്പോൾ ഊർജമാറ്റം സസ്യങ്ങളിലും
അയ്യോ, സസ്യങ്ങളിൽ ഊർജ്ജമാറ്റം നടക്കുന്നുണ്ടോ? അതെ, സസ്യങ്ങളിലുമുണ്ട്. നമുക്കൊരു പൂവ് കാണാമല്ലോടാ. പൂവ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ പൂവിൽ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം, സസ്യങ്ങൾ വളരുന്നു, സസ്യങ്ങൾ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലെ. ആ പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് ഊർജമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കടാ, പ്രകാശോർജം അല്ലെ. അതാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ്. അപ്പൊ ചോദ്യമായിട്ട് ചോദിക്കാമല്ലോ, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം എന്താണ്? ഗ്ലൂക്കോസ്. അതിൽ രാസോർജം അടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? യോ, സസ്യങ്ങളിലും രാസോർജമോ? അതെ, രാസോർജം. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് നോക്കിയാലോ. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ എന്താണ്? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച്, എന്തൊക്കെയാണ്? ജലം ആൻഡ് കാർബൺ ഡയോക്സൈഡ്. എന്താണ്? ഹരിതകത്തിന്റെ ക്ലോറോഫിൽ സഹായത്താൽ. ഹരിതകം എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണിടാ. സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. എന്താണ്? പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി മിന്നാമിനുങ്ങിനെ കുറിച്ച് നോക്കിയാലോ. രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. നമുക്ക് കുട്ടിക്കാലത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു മിന്നാമിനുങ്ങളെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇവയുടെ ശരീരത്തിലും എന്തുണ്ട്? ചില കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് എന്തിന് കാരണമാകുന്നത്? ആ തിളക്കത്തിന് കാരണമാകുന്നത്. അപ്പം മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. ചോദ്യം ചോദിക്കാം, മിന്നാമിനുങ്ങുകൾ മിന്നുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്താണെടാ അവിടെ ഉണ്ടാകുന്നത്? അവിടെ രാസോർജം പ്രകാശോർജമായി മാറുന്നതായിട്ട് കാണാം. രാസോർജം അല്ലെ, കെമിക്കൽ രാസോർജം. ഊർജമായിട്ട് മാറുന്നു. അപ്പൊ മിന്നാമിനുങ്ങൾ തിളങ്ങുമ്പോൾ അല്ലെങ്കിൽ അവ പ്രകാശിക്കുമ്പോൾ അതുപോലെ മിന്നുമ്പോൾ എന്ത് ഊർജമാറ്റമാണ് സംഭവിക്കുന്നത്? രാസോർജം പ്രകാശോർജമായി മാറുന്നതായി കാണാം. വൈദ്യുതോർജം എന്താണ്? ഇലക്ട്രിക് എനർജി അല്ലെ. യാന്ത്രികോർജം. അടുത്തത് എന്താണ്? യാന്ത്രികോർജം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി. അടുത്തത് താപോർജം, ഹീറ്റ് എനർജി. കുറേ നേരമല്ല, ഇത് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ സ്റ്റീൽ പാർട്ടി തൊട്ടാൽ മതി, അപ്പോൾ നല്ലോണം പൊള്ളും. അപ്പോൾ ഇവിടെ എന്താണ്? താപോർജം. അടുത്തത് വൈദ്യുതോർജം. അപ്പം മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്. പിന്നെ എന്താണ്? ശബ്ദം പുറത്തു വരില്ലേ? സൂപ്പർ സൈലന്റ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ശബ്ദോർജത്തെ പറയാം. സൗണ്ട് എനർജി ഉണ്ട്. ഓർക്കാലോ അല്ലേ? അടുത്തത് ഇവിടെ നോക്കടാ, നമുക്ക് ഇസ്തിരിപ്പെട്ടി കാണാം അല്ലെ, അയൺ ബോക്സ് കാണാം. വൈദ്യുതോർജം നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്? താപോർജമായിട്ടല്ലേ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ രാസോർജം, കെമിക്കൽ ഓർജം എന്തായിട്ട് ഉപയോഗപ്പെടുത്തുന്നു? യാന്ത്രികോർജമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് ഇവിടെ ഈ സംഭവം അല്ലെ, ഈ പാട്ട് ഈ സ്റ്റീരിയോ. അപ്പൊ എന്തായിട്ടാണ് ഇവിടെ? എന്താണെടാ? വൈദ്യുതോർജമാണല്ലേ, വൈദ്യുതോർജം. ഇവിടെ
ബാറ്ററിയിലൂടെ രാസോർജം വഴി നമ്മൾ എന്തുണ്ട്? പ്രകാശിക്കുന്നു. അപ്പൊ പ്രകാശോർജം. ഇതിനോടൊപ്പം താപോർജവും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാടാ. സന്ദർഭം ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളാണ്. പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ വരുന്നു? ശബ്ദോർജമുണ്ട്, താപോർജമുണ്ട്, പ്രകാശോർജമുണ്ട്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജം, താപോർജം, യാന്ത്രികോർജം. ഓക്കെ അല്ലെ? മിക്സി മെക്കാനിക്കൽ പ്രവർത്തിക്കുകയാണ്, അപ്പൊ യാന്ത്രികോർജം. ഇനി ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ശബ്ദം വരും, താപം വരും, ചൂടാകും, യാന്ത്രികോർജം. ഇനി ഫാന് കറങ്ങുമ്പോഴാടാ അവിടെയും ശബ്ദം, ചെറിയ തോതിൽ താപോർജമുണ്ട്, ചൂടാകും, യാന്ത്രികോർജം. ഓക്കെ. വാഷിംഗ് മെഷീൻ ആണെങ്കിലോ ചെറിയ ശബ്ദമുണ്ടാകും, താപം, ചൂടാവും, യാന്ത്രികോർജം. ടെലിവിഷൻ പ്രവർത്തിക്കുമ്പോഴാടാ ശബ്ദം വരും, താപോർജമുണ്ട്, പ്രകാശോർജമുണ്ട്. ഇനി നമുക്ക് നോക്കാം. 3 ലൈറ്റ് ബൾബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആദ്യത്തേതാണ് ഫിലമെന്റ് ബൾബ്, രണ്ടാമത്തേത് CFL, മൂന്നാമത്തേത് LED ബൾബ്. ഇത് മൂന്നും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്താണ് പ്രത്യേകത? ഇത് 60 വാട്ടുള്ള ഒരു ഫിലമെന്റ് ബൾബാണ്. ഓക്കെ. ഇതില് വൈദ്യുതോപയോഗം കൂടുതൽ, താപോർജം വളരെ കൂടുതൽ. ഇവിടെ എന്താണ്? വൈദ്യുതിയും കൂടുതൽ വേണം, അതുകൊണ്ട് ചൂടാകും ചെയ്യും. കത്തുന്നതോടൊപ്പം ചൂടാകുന്നുമുണ്ട്. ഇവിടെ നോക്കടാ, 20 വാട്ടുള്ള ഒരു CFL ലാമ്പാണ്. ഇതില് വൈദ്യുതി ഉപയോഗം കുറവാണ്, താപോർജവും കുറവാണ്. ഓക്കെ. അപ്പൊ ഇതിനേക്കാളും കാര്യക്ഷമത കുറച്ചും കൂടി കൂടുതലാണ്. ഇവിടെ 60 വാട്ടാണെങ്കിൽ ഇവിടെ 20 വാട്ട്. അത് ഒരു 9 വാട്ടുള്ള LED ബൾബായി മാറിയപ്പോൾ വൈദ്യുതി ഉപയോഗം വളരെ കുറവ്. ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ വളരെ കുറവ്, താപോർജം വളരെ കുറവ്. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആണ് നമ്മുടെ LED ബൾബുകൾ അല്ലേ. അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതാണ് എങ്കിൽ ഇനി നമ്മൾ കാണുന്നത് ഇതിനും കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? LED ബൾബുകളാണ് എന്നത് ഓർക്കുക. ഒരു ചാർട്ട് നോക്കാടാ. സന്ദർഭം ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ, ഉപയോഗപ്പെടുത്തുന്ന ഊർജരൂപം, ഉപയോഗപ്പെടുത്താത്ത ഊർജരൂപം. ജല മോട്ടോർ പ്രവർത്തിക്കുന്നു. നമ്മൾ കിണറ്റിലൊക്കെ നമ്മൾ മോട്ടോർ വെച്ചിട്ടുണ്ടല്ലേ. ഉണ്ടാകുന്ന ഊർജരൂപങ്ങൾ യാന്ത്രികം വരും, താപം വരും, ശബ്ദം വരും. ഇതിൽ യാന്ത്രികോർജമാണ് മോട്ടോർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഊർജങ്ങളാണ് താപവും ശബ്ദവും. പക്ഷെ നമുക്ക് ഉപയോഗമുണ്ടോ? ഇല്ല. ഫാൻ പ്രവർത്തിക്കുമ്പോഴും ഈ 3 എണ്ണവും വരും. യാന്ത്രികോർജം വരും, താപോർജം വരും, ശബ്ദോർജം വരും. പക്ഷേ യാന്ത്രികോർജം കൂടുതലാണ് അല്ലേ. യാന്ത്രികോർജമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ, സെയിം ആണ്. ഇനി മിക്സി പ്രവർത്തിക്കുമ്പോഴും യാന്ത്രികോർജം, താപോർജം, ശബ്ദോർജം ഊർജ രൂപങ്ങളാണ്. ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന ഊർജ രൂപം ഏതാണ്? യാന്ത്രികോർജം തന്നെയാണ്. പക്ഷേ ഉപയോഗപ്പെടുത്താത്ത 2 എണ്ണമാണ്. ഏത്? ശബ്ദവും താപവും. മിക്സി ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. അതിന്റെ ഒരു പ്രവർത്തന തത്വമാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാലോ. താഴെ പറയുന്നവയിൽ ഒരു ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് ആണ്. പാല് തൈരാകുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, മെഴുകുരുകുന്നു, വിറക് കത്തുന്നു. ഇതിലെ ഫിസിക്കൽ ചേഞ്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാല് തൈരാകുന്നു, എന്ത് ചേഞ്ച് ആണെടാ? കെമിക്കൽ ചേഞ്ച് ആണല്ലേ. ഇരുമ്പ് തുരുമ്പിക്കുന്നു, കെമിക്കൽ ചേഞ്ച് ആണ്. മെഴുകുരുകുന്നു, അതെന്ത് ചേഞ്ച് ആണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. വിറക് കത്തുന്നു, കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? മെഴുകുരുകുന്നു അല്ലേ. മെഴുക് ഉരുകുമ്പോൾ അതിന്റെ അവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ. പുതിയ വസ്തു ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, തിരിച്ചു വരാൻ കഴിയാത്ത മാറ്റത്തിന് അഥവാ ഇറിവേഴ്സിബിൾ ചേഞ്ചിന് ഉദാഹരണം ഏത്? ഐസ് ഉരുകി വെള്ളമാകുന്നു അല്ലെ. തിരിച്ച് കഴിയാത്ത മാറ്റമാണ്, ഇറിവേഴ്സിബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐസ് ഉരുകി വെള്ളമാകും, എന്ത് ചേഞ്ച് ആണെടാ? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ ആണോ? അല്ല. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നു, അതും ഒരു ഫിസിക്കൽ ചേഞ്ച് അല്ലേ. കടലാസ് കത്തിച്ചാരമാകുന്നു, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. മെഴുകുതിരി ഉരുകുന്നു, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്.
ഇവിടെ കടലാസ് കത്തി ചാരമാകുന്നു. തിരിച്ച് ആ ചാരത്തെ നമുക്ക് കടലാസാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? കടലാസ് കത്തി ചാരമാകുന്നു. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ഗുണങ്ങളിൽ സ്ഥിരമായ മാറ്റം വരികയും ചെയ്യുന്ന മാറ്റം ഏതാണ്? അപ്പൊ 2 പോയിന്റുകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ഗുണങ്ങളിൽ സ്ഥിരമായ മാറ്റം. ഇത് രണ്ടും വരുന്നതാണ്. ഭൗതിക മാറ്റമാണോ, രാസമാറ്റമാണോ, താത്കാലിക മാറ്റമാണോ? ഇവയൊന്നുമല്ല. എന്താണ് ഉത്തരം? നമുക്കറിയാം, അത് രാസമാറ്റമാണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് രാസമാറ്റം എന്നത് ഓർക്കാം. അടുത്ത ചോദ്യം, സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ അഥവാ ഫോട്ടോസിന്തസിസ് സൗരോർജം ഏത് ഊർജമായി മാറുന്നു? താപോർജം, യാന്ത്രികോർജം, രാസോർജം, വൈദ്യുതോർജം. ആഹാരം പാകം ചെയ്യുമ്പോൾ എന്താക്കി മാറ്റുന്നു? രാസോർജമാക്കി മാറ്റുന്നു അല്ലേ? നമ്മൾ ക്ലോറോഫില്ലും എന്താണ് പ്രകാശോർജം ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഒക്കെ വെച്ചിട്ട് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന മാറ്റം അഥവാ ആർട്ടിഫിഷ്യൽ ചേഞ്ച് ഏത്? മഴ പെയ്യുന്നു, സോളാർ കാർ ഓടിക്കുന്നു, ഋതുമാറ്റങ്ങൾ, കാറ്റ് വീശുന്നു. മഴ പെയ്യുന്നത് നാച്ചുറൽ ആണല്ലേ? സോളാർ കാർ ഓടിക്കുന്നതോ നാച്ചുറൽ ആണോ? അല്ല. ഋതുമാറ്റങ്ങൾ നാച്ചുറൽ ആണ്. കാറ്റ് വീശുന്നതും നാച്ചുറൽ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആണ്. സോളാർ കാർ ഓടിക്കുന്നു. പടക്കം പൊട്ടുമ്പോൾ ദാറ്റ് ഇസ് ബേർസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് പ്രധാനമായും പുറത്തു വരുന്ന ഊർജ്ജ രൂപങ്ങൾ ഏവ? പ്രകാശം, ശബ്ദം, വൈദ്യുതി, കാന്തിക ശക്തി. ഇവയൊന്നുമല്ല. പടക്കം പൊട്ടുമ്പോൾ എന്തൊക്കെയാണെടാ? പ്രകാശവും വരും, ശബ്ദവും വരും അല്ലേ? ഒരു പദാർത്ഥം കത്തുമ്പോൾ ബേണിംഗ് സാധാരണയായി പുറത്തുവിടുന്ന ഊർജം ഏതാണ്? താപോർജം, വൈദ്യുതോർജം, കാന്തികോർജം, ആണവോർജം. ഏതാണ്? ഒരു പദാർത്ഥം കത്തുമ്പോൾ ബേൺ ചെയ്യുമ്പോൾ ഏതാണ്? പറയടാ. കത്തുമ്പോൾ എന്ത് വരും? ഹീറ്റ് എനർജി വരോ, വൈദ്യുതോർജം വരോ, കാന്തികോർജം വരോ, ആണവോർജം വരോ? നമുക്കറിയാമല്ലേ. എന്താണ്? താപോർജം അഥവാ ഹീറ്റ് എനർജിയാണ് വരുന്നത്. അടുത്ത ചോദ്യം, തുണി ഉണങ്ങുന്നത് ഏത് തരം മാറ്റമാണ്? രാസമാറ്റമാണോ, ഭൗതിക മാറ്റമാണോ, തിരിച്ചു വരാൻ കഴിയാത്ത മാറ്റമാണോ, വളരെ വേഗത്തിലുള്ള മാറ്റമാണോ? എന്ത് മാറ്റമാണെടാ? അതൊരു ഭൗതിക മാറ്റമാണല്ലേ. എന്താണ് സംഭവിക്കുന്നത്? വെള്ളം വാഷ്മമായി പോകുന്നു, പിന്നെ തുണിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ? അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും പഴയ ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ അതൊരു ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് ഏത് മാറ്റത്തിന് ഉദാഹരണമാണ്? ഏതാണ്? വേഗത്തിൽ നടക്കുന്ന മാറ്റം, മനുഷ്യനിർമ്മിത മാറ്റം, രാസമാറ്റം, ഭൗതിക മാറ്റം. തുരുമ്പെടുക്കുന്നത് അല്ലേ? അതിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്തിന് എക്സാമ്പിൾ ആണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ പ്രകൃതിദത്തമായ മാറ്റം നാച്ചുറൽ ചേഞ്ച്. അണക്കെട്ട് നിർമ്മാണം, പാചകം ചെയ്യൽ, പൂവ് വിരിയുന്നു, പ്ലാസ്റ്റിക് കത്തിക്കുന്നു. ഏതാണെടാ? പൂവ് വിരിയുന്നത് പ്രകൃതിദത്തമായ മാറ്റമാണ്, നാച്ചുറൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. മറ്റൊരു SCERT സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.